മച്ചാമരെ പെറ്റ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് 2025 നടത്തിയ PDPT വെണ്ണക്കര ടൂർണമെൻറ്റിൻ്റെ സമ്മാനദാന ചടങ്ങാട്ടോ. 13 മണിക്കൂർ ടൂർണമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ടൂർണമെൻറ്റിൻ്റെയും വിജയികൾക്ക് സമ്മാനം നൽകുന്ന ഒരു ചടങ്ങിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമസ്കാരം. അപ്പോൾ PDPT വെണ്ണക്കര 2020 നടന്ന ടൂർണമെന്റിന്റെ 2ാം വർഷ സമ്മാനദാന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ ചടങ്ങിനെത്തിയ നമ്മുടെ വിശിഷ്ട അതിഥികൾ രാജൻ വട്ടിയൂർക്കാവ് അവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. രാജൻ വട്ടിയൂർക്കാവ് അവരെ സ്വാഗതം ചെയ്ത പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുന്ന ചടങ്ങുകൂടിയുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും തൃച്ചി ഷെയ്ക്ക് അവരുടെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പൊന്നാട നമ്മുടെ പാടകേട്ടന്റെ അഭിമാനമായ ശേഖരേട്ടൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെണ്ണക്കരയിലെ മുതിർന്ന പ്രാവുളത്തുകാരനായ നമ്മുടെ പൊമ്മനാട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് മൂപ്പരുടെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ ഷിബു പുതുപ്പിരാരും അവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് പേഴുങ്കരയിലെ ഇബ്രാഹിം പേഴുങ്കര അവരെയും ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ടൂർണമെന്റിൽ നമുക്ക് സ്പോൺസർ തന്ന സ്ഥാപനമായ ദിവ്യ ടെക്സ്റ്റൈൽസിന്റെ ഓണർ ശ്രീനിവാസൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റേജൊക്കെ ഒരുക്കി തന്ന നമ്മള് വെണ്ണക്കരയിലെ അബ്ദുൽ സുക്കൂർ അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്പോൺസറായ നമ്മൾ ഉദയൻ മുത്താന്തറ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2ാം സ്ഥാനത്തിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്ത നമ്മുടെ തുളസീധരൻ മുത്താന്തറ അവരെ സ്വാഗതം ചെയ്തോളൂ.
അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് എടുക്കുകയാണ്. ആദ്യമായി നമ്മൾ പാലക്കാടിൻ്റെ അഭിമാനം നമ്മൾ ശേഖരാട്ടിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയ സഹോദരന്മാരെ, പ്രാവസ്നേഹികളെ, ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും ഒരേ വേദിയിൽ നിന്ന് കാണാനും ഉള്ള സാഹചര്യം ഒരുക്കി തന്ന ഈ ടൂർണമെൻ്റ് കമ്മിറ്റിക്ക് ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള രാജൻ വട്ടിയൂർക്കാവ്, ഒരു പ്രാവിന് ഒരു അസുഖങ്ങൾ എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ആ അസുഖത്തിന് എന്ത് ചെയ്യണം, ഏത് നിലയ്ക്ക് മരുന്ന് കൊടുക്കണം, ഏത് നിലയ്ക്ക് അതിനുള്ള ആഹാരം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തി മുഴുവൻ പ്രാവ് സ്നേഹികൾക്കും വേണ്ട അതാതാ സമയത്തുള്ള നിർദ്ദേശങ്ങൾ യൂട്യൂബ് വഴിക്ക് നൽകിക്കൊണ്ട് ഏത് പാതിരയ്ക്കും അദ്ദേഹത്തിനോട് മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിനെ പറ്റി വളരെ നല്ല രൂപത്തിൽ പറഞ്ഞു തരികയും ഏകദേശം 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രാവ് കൂടാണ് എങ്കിൽ നേരിട്ട് പോയി തന്നെ ആ കൂട്ടിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ പ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം കണ്ടുകൊണ്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇവിടെ വരാനും അദ്ദേഹത്തെ നേരിൽ കാണാനുമുള്ള അവസരം കിട്ടിയത് ഞാൻ അതിയായ സന്തോഷപ്പെടുകയാണ്. അതുപോലെ நமது வருகைக்காக இங்கு வந்திருக்கும் திருச்சி ஷேக் அவர்கள் புறா என்றால் என்ன, புறா எப்படி இருக்க வேண்டும், புறாவின் வழி ஏது என்பதை பற்றி நல்ல முறையில் அதனை பயின்று யூடியூப் வழியாக அந்த புறாவை பற்றி எல்லா விஷயங்களையும் ஓரொரு தரமாக அவர் ஒரு புறாவை சிறகை பற்றி சொன்னால் அந்த சிறகில் உள்ள வித்தியாசம் என்ன, அதன் உபயோகம் என்ன, அந்த புறாவின் வழி என்ன என்பதை குறித்து நல்லபடியாக எல்லோருக்கும் தெரியப்படுத்த வேண்டும் என்ற ஒரு நல்ல மனதில் யூடியூப் வழியாக எல்லோருக்கும் இந்த அருமையான சந்தர்ப்பத்தை அளித்துக் கொண்டிருக்கிறார். அவருக்கும் எனது நன்றியை தெரிவித்துக் கொள்கின்றேன். அதுபோல ஒரு புறா எப்படி பறக்க வேண்டும், எப்படி பறக்க வைக்க வேண்டும், அந்த பறக்கும் புறாக்களுக்கு எந்த விதமான தீனி கொடுக்க வேண்டும், எத்தனை நாள் அந்த புறாவுக்கு ரெஸ்ட் கொடுக்க வேண்டும் என்பதையெல்லாம் ரொம்ப வருஷமாக கவேஷணம் பண்ணி 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 இன்று இந்த பாலக்காட்டை சவுத் இந்தியாவிலேயே முதல் முறையாக இந்த பாலக்காட்டை நல்ல முறையில் உயர்த்தி காண்பித்த அருமை சகோதரர் நமது இப்ராஹிம் பேடுங்கரை அவருக்கும் இந்த வேளையில் நன்றியை தெரிவிக்க கடமைப்பட்டுள்ளேன். அதுபோல இந்த புறாவை பற்றியான இந்த வருடம் எல்லா புறா சகோதரர்களுக்கும் மிகவும் கவலைக்கிடமான ஒரு வருடமாக மாறியுள்ளது. உங்களுக்கு தெரியும், நம்மை விட்டு பிரிந்து சென்ற நமது அருமை நண்பன் நடராஜன் பிசி அவரை உங்களுக்கு எல்லாருக்கும் தெரியும். സോറി എല്ലാം തമിഴിലെ പോയിക്കിട്ടിருக்கு, മലയാളത്തിൽ വന്നിറങ്ങി. നമ്മുടെ നടരാജേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു. ഈ നടരാജേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പ്രാവ് മത്സരത്തിന് വേണ്ടിയിട്ട് പണ്ട് മുതൽക്ക് തന്നെ അദ്ദേഹം ജോലിയിലുള്ളപ്പോഴും പ്രാവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് വേണ്ട രൂപത്തിൽ അതിന് പിന്നിൽ നടന്ന് എല്ലാ കാര്യം ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കുള്ള കുന്നപ്പെരുമേട് ഇബ്രാഹിം നമ്മുടെ ചാന്ദ് മുഹമ്മദ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു. അതുപോലെ കഞ്ചിക്കോട്ടുള്ള നമ്മുടെ രവിയേട്ടൻ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ മാപ്പക്കാട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അജിത്ത് 24 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ, അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇനി നമ്മൾക്ക് അറിഞ്ഞ ആളുകളാണ് ഈ 4-5 പേര്. അതാ ഡോക്ടർ തിയേറ്ററിൻ്റെ അവിടെ ബാലാജി,
എന്നാൽ നമുക്ക് അറിയാത്ത ഒരുപാട് പേര് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ തന്നെ 25 വർഷമായി ഞങ്ങളുടെ ഈ പ്രാവ് അസോസിയേഷന് വേണ്ടിയിട്ടും ഓരോ പ്രാവ് വളർത്തുകാർക്ക് വേണ്ടിയും അവരുടെ പിന്നിൽ നിന്ന് നമ്മൾക്ക് വേണ്ട സഹായം ചെയ്തുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ മാസ്റ്റർ, അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. മെനിഞ്ഞാണെന്നാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുവിലേക്ക് മാറ്റി, ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇനിയും നമുക്ക് പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇൻഫെക്ഷൻ ആയതിനാൽ അദ്ദേഹത്തെ കാണാൻ ദയവ് ചെയ്ത് ആരും വരരുത് എന്ന് അവരുടെ കുടുംബത്തിൻ്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് നിങ്ങളോട് ആരോടും ഗ്രൂപ്പിൽ ഈ വിവരം പങ്കുവയ്ക്കാതിരുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു നിർദ്ദേശം ഈ ഗ്രൂപ്പിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കച്ചിക്കോട്ടിൽ നിന്നും ഗണേശൻ ആട്ടോ ഡ്രൈവർ, അദ്ദേഹം ഒരു ആക്സിഡന്റിൽ ഇന്ന് KG ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്ന് വിവരമാണ് കിട്ടിയത്. ഒരാഴ്ചയായി. സുരേഷ് വയസ്സ് കമ്മിയായതുകൊണ്ട് പറയുന്ന വാക്കുകൾ മനസ്സൊരു ഭാഗത്തും വായ വേറൊരു ഭാഗത്തുമാണ്. അതുകൊണ്ടാണ് ഈ പേര് മാറ്റങ്ങളൊക്കെ വരുന്നത്. അതിനെ ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഈ പ്രാവിനെ പറ്റി ഓരോരുത്തരും തന്നെ ഓരോരോ കാര്യങ്ങൾ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഇപ്പൊ വന്ന ഗസ്റ്റുകൾ 2 പേരുണ്ട്. ഒരാൾ മരുന്നിനെ പറ്റിയും ഒരാൾ പ്രാവുകളുടെ വിശേഷത്തിനെ പറ്റിയും. ഒരു പ്രാവിനെ തിരഞ്ഞെടുക്കേണ്ട, ആദ്യമായി നമ്മൾ ഏതെല്ലാം നോക്കിയിട്ട് ഒരു പ്രാവിനെ തിരഞ്ഞെടുക്കണം. ഇപ്പൊ സാമൂഹിക ലക്ഷണം എന്ന് പറയും. ഒരു പ്രാവിന്റെ തലയായിക്കോട്ടെ, കാലായിക്കോട്ടെ, ചെറുകായിക്കോട്ടെ, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾക്ക് അദ്ദേഹം 2 വാക്ക് പറഞ്ഞു തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ രാജേട്ടൻ, അദ്ദേഹം എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് അതിനുള്ള നിർദ്ദേശം വയ്ക്കും. ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് അറിയാവുന്നത് കൈമാറി ഇന്ന് പാലക്കാട്ടിലെ നമ്മൾ എല്ലാ ജില്ലയിലും വെച്ച് പാലക്കാട്ട് പാർവ്വലാസം കൂടുതലാണ് എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ അഹങ്കരിച്ചാൽ നമ്മൾ പുറകോട്ട് പോകും. ഈ പ്രാവ് വളർത്തുന്ന ഓരോരുത്തരും ഇന്ന് 24 മണിക്കൂർ നമ്മൾ കഴിഞ്ഞ തവണ പറപ്പിച്ച 33 മണിക്കൂർ ഈ പ്രാവശ്യം 24 മണിക്കൂറിലാണ് നമ്മൾ നിൽക്കണം. പോരാ. പക്ഷെ 24 മണിക്കൂർ 5-6 കൂടുകൾ കയറി വന്നിട്ടുണ്ട്. നമ്മൾക്കത് പോരാ. നമ്മൾ വീണ്ടും അതിനുവേണ്ടി നല്ല കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് ഈ പേര് നിലനിർത്താൻ കഴിയുകയുള്ളൂ. ആയതിനാൽ ഓരോരുത്തരും മനസ്സറിഞ്ഞ് അവനവൻ ചേരാൻ സാമ്പത്തികമായി കഴിവുള്ള മത്സരങ്ങളിൽ ചേർന്ന ഉടനെ മത്സരത്തിലുള്ള പൈസ ആദ്യമായിട്ട് അടച്ചതിന് ശേഷം ആ പ്രാവുകളിനെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ആ പ്രാവിനെ പറപ്പിച്ച് അവനവന്റെ സദസ്സിലേക്ക് സഭയ്ക്ക് നല്ലൊരു പേരും പെരുങ്ങും ഉണ്ടാക്കി പാലക്കാടിനും അതേപോലെ നിങ്ങളെ ചേർത്തുന്ന ഓരോരോ കമ്മിറ്റിക്കും നല്ല പേരുണ്ടാക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ശേഖരേട്ട. അടുത്തതായി 2 വാക്ക് സംസാരിക്കേണ്ട ശ്രീ രാജൻ വട്ടിയൂർക്കാവിനെ ക്ഷണിച്ചോളും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രാവശ്യങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം. ഈ പാലക്കാട് ഇവിടെ വന്ന് നിങ്ങളെ ഓരോരുത്തരെയും കാണാനും പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടായി തന്ന ഈ കമ്മിറ്റിയുടെ ഓരോ ഭാരവാഹികളും ഇതിൻ്റെ എല്ലാ ആൾക്കാരും എനിക്ക് പേരെന്നറിയില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഒരു പ്രാവ് മത്സരം എന്ന് പറയുമ്പോൾ ഈ പ്രാവ് മത്സരത്തിൽ സത്യവും നീതിയും ധർമ്മവും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരന്മാർ. എനിക്ക് ഏറെക്കുറെ എല്ലാ ആൾക്കാരെ അറിയാം. അവരെല്ലാം ഈ കമ്മിറ്റിക്ക് വേണ്ടി അവരെ പ്രാവിനെ പോലും ചിലപ്പം പറപ്പിക്കാതെയാണ് ഈ കമ്മിറ്റിയെ വളർത്താനും മറ്റുള്ള ആൾക്കാരെ പ്രാവിനെ പറപ്പിക്കാൻ അവർ ഈ രംഗത്ത് വരണം. ഇപ്പം നമുക്ക് ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രാവശ്യങ്ങൾക്ക് ആ പ്രാവിനെ പറപ്പിച്ചാൽ മതി. പക്ഷേ കമ്മിറ്റിക്ക് അങ്ങനെയല്ല. കമ്മിറ്റിക്ക് അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഈ നിമിഷം വരെ ഈ പ്രൈസ് എല്ലാം കൊടുക്കുന്ന ഈ നിമിഷം വരെ
അവർക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഈ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വട്ടിയൂർക്കാവ് രാജൻ എന്ന് പറയുന്ന ഒരു പേര് ഇന്ന് പാലക്കാടുള്ള പ്രവാസികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എൻ്റെ കളങ്കമില്ലാത്തൊരു മനസ്സുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് എന്തറിയാമോ അത് ഞാൻ എൻ്റെ പ്രാവിലുള്ള അനുഭവമാണ്. എനിക്ക് കേട്ടറിവ് പറയാൻ ഭയങ്കര പേടിയാണ്, അതുപോലെ ഗൂഗിൾ സെർച്ച് പറയാൻ എനിക്ക് പേടിയാണ്. പക്ഷേ എൻ്റെ പ്രാവിലെ അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് യാതൊരു പേടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് പ്രാവിനെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ പ്രാവിൻ്റെ ഫീൽഡിൽ ഒരു നോർമറ്റോളജി സിറപ്പും ഒരു വിമറോളും ഒരു ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടാണ് വട്ടിയൂർക്കാവ് രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുറലോകം അറിയാൻ തുടങ്ങിയത്. അതുപോലെയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ കമ്മിറ്റിയുടെ കാര്യം. നമ്മുടെ പ്രാവ് എത്ര മണിക്കൂർ നമ്മൾ വീട്ടിൽ പറഞ്ഞാലും ശരിയല്ല. ഒരു ടൂർണമെൻറ്റിൽ ചേർന്ന് നമ്മുടെ ആ പ്രാവിനെ പഞ്ചായത്തിലിറക്കി ഒരു അമ്പയർ വന്ന് സീൽ ചെയ്ത് നിരീക്ഷിച്ച് ആ ഒരു സമയം നമുക്ക് എഴുതി തന്നാൽ മാത്രമേ നമ്മുടെ പ്രാവ് എന്താണെന്ന് പുറലോകം അറിയുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാവിനെ പറപ്പിച്ച് എത്ര മണിക്കൂർ കണ്ടാലും ശരിയല്ല, നമ്മളും നമ്മുടെ കൂടെ സഹകരിക്കുന്നവർ മാത്രം അറിയുള്ളൂ. അപ്പോൾ അതിനെ പുറലോകം അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റിയുടെ സഹായം വേണം. ആ കമ്മിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രാവിൻ്റെ സമയം പുറലോകം അറിയുള്ളൂ. അപ്പോൾ ആ കമ്മിറ്റിയായിട്ട് നമ്മളെങ്ങനെ സഹകരിക്കണം? ആ കമ്മിറ്റിയായിട്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുക, അമ്പയറിൻ്റെ ഫീസ് കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടെല്ലാം ആ കമ്മിറ്റിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അവർക്ക് ആ പരിപാടി വളരെ ഭംഗിയായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി പ്രാവിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാവിലെപ്പോഴും അതിൻ്റെ ആരോഗ്യവും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാവിനെ എന്ത് ചെയ്യാനും കഴിയുള്ളൂ. ഇപ്പം പഞ്ചായത്തിൽ ഇറക്കുന്ന പ്രാവായിരുന്നാലും ശരിയാണ്. അപ്പം പ്രാവിൽ വരുന്ന കുറച്ച് രോഗങ്ങൾ അതെല്ലാ പ്രാവശ്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ലക്ഷണം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് മരുന്ന് കൊടുക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ചില സഹോദരന്മാരുണ്ട്, അവരെ കൂട്ടിനകത്ത് അവർ ഒരു മരുന്നും കൊടുക്കാതെ തന്നെ പ്രാവിനെ പരിപാലിക്കുന്ന സഹോദരന്മാരാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അതിനുകൊണ്ട് കാര്യങ്ങൾ. കാരണം പ്രകൃതിയിൽ നിന്നും പ്രതിരോധം എന്ന് പറയും. ആ പ്രകൃതിയിൽ നിന്നും പ്രതിരോധം ആ പ്രാവിൻ്റെ ശക്തി ആ ശരീരത്തിലേക്ക് കൊടുക്കാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാവ് നല്ല ആരോഗ്യത്തോടെ കൂട്ടിക്കിടക്കും. ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് പഴയ കാലങ്ങളിൽ എൻ്റെ കാരണവരും ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞെന്ന മരുന്നുകൾ ഒരുപക്ഷെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു സമയക്കുറവും അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും പ്രാവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമ്മൾ ഇന്ന് കണ്ടുവരുന്നതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള, അതായത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള അസുഖമാണ് PMP എന്ന് പറയുന്നത്. ആ ഒരു അസുഖം, ഈ PMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവണ്ടി ചുറ്റുന്ന അസുഖമാണ്. അത് PMP വന്നാൽ മാത്രമല്ല, അത് വേറെയും കുറച്ച് അസുഖം വന്നാലും പ്രാവിൻ്റെ തലകൊണ്ട് കറങ്ങും. രണ്ടാമത് വരുന്നതാണ് മലേറിയ. ഈ മലേറിയ എന്ന് പറഞ്ഞാൽ അത് 4 സൈസിൽ വരും. ഈ 4 സൈസിൽ വരുന്നത് ആദ്യം വരുന്ന ഒരു മലേറിയ ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ നമ്മൾ അത് രോഗം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളെ പ്രാവുകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ദിവസം 10ഓളം പ്രാവുകൾ മരിച്ച്, അതായത് ഒരാഴ്ച കൊണ്ട് 500ഓളം പ്രാവുകൾ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള അതിൻ്റെ ആദ്യത്തെ ആ സംഭവം. രണ്ടാമത്തെ സംഭവം അതുപോലെ ഡേഞ്ചറാണ്. പിന്നെ മൂന്നാമതും നാലാമതൊക്കെ വരുന്നത് പ്രാവ് മാസങ്ങളോളം ജീവിക്കും, അത് വെയിറ്റ് ലോസ് ആവും. അപ്പം ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരുമ്പം ഈ നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ആദ്യം പനി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. നമ്മളെ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. പിന്നെ പനിയുടെ തന്നെ വകഭേദങ്ങൾ പല രൂപത്തിലും വന്നു, പല ഭാവത്തിലും വന്നു. കൊറോണ വൈറസ് ആ രൂപത്തിലും വന്നു, അതും പനിയാണ്. അപ്പം അതുപോലെ പ്രാവിൽ പണ്ട് കണ്ടിരുന്ന അസുഖങ്ങളല്ല ഇന്ന് വരുന്നത്. ഇന്ന് വരുന്ന അസുഖങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡേഞ്ചർ സ്വഭാവമാണ്. ആ ഡേഞ്ചർ സ്വഭാവം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആദ്യം ചിലപ്പോൾ പ്രാവിൽ വരുന്നത് ഒരു കണ്ണസുഖം, അത് ഒരു പ്രാവിലായിരിക്കില്ല വരുന്നത്. അത് ഒരു പ്രാവിലാണ് വരണമെങ്കിൽ നമുക്കത് സാധാ ഒരു കണ്ണസുഖമായിട്ട് നമുക്കത് കണക്കൂട്ടാം. അതിനെന്തെങ്കിലും ഐട്രോപ്സോ അല്ലെങ്കിൽ നാടൻ ചികിത്സ എന്തെങ്കിലും അറിയാമെങ്കിൽ ആ ഒരു അസുഖത്തിന് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ആ മാറ്റി നിർത്താൻ ഒരു പ്രാവിൽ വന്നിട്ട് പല പ്രാവിലേക്ക് പടർന്ന് പോവുകയാണെങ്കിൽ എല്ലാ പ്രാവ് സ്നേഹികളും സൂക്ഷിക്കുക. കാര്യം അതൊരു വൈറസിന്റെ ലക്ഷണമാണ്, അത് സൂക്ഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രാവിൻ്റെ വായ് തുറന്നു നോക്കണം. ആ വായ് തുറന്ന് നോക്കുമ്പോൾ ആ വായ്ക്കകത്ത് മഞ്ഞ കളറിലോ വെള്ള കളറിലോ എന്തെങ്കിലും പൂപ്പല് പോലെ ആ വായ്ക്കകത്ത് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. നെഞ്ചൊട്ടൽ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഉണക്കം എന്ന് പറയും. ഇവിടെയൊക്കെ പറയുന്നത്
നെഞ്ചൊട്ടലി മെഡിസിൻ എന്ന് പറയും. അത് ഒരു പ്രാവിലാണ് വരണമെങ്കിൽ നമുക്കതിന് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെട്ടില്ല. വീണ്ടും വീണ്ടും പല പ്രാവിലേക്ക് പടർന്നു വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ കാഷ്ടം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, ആ കാഷ്ടത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. പ്രാവ് ഓരോ ദിവസവും വെയിറ്റ് ലോസ് ആയിട്ട് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരപ്പെട്ട പ്രാവുകൾ നഷ്ടപ്പെടും. അപ്പൊ ഇതിനെല്ലാം ഇന്ന് മരുന്നുണ്ട്. അപ്പം ചില ഡോക്ടേഴ്സ്, അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, നമ്മുടെ പ്രാവിനെ രക്ഷപ്പെടുത്തേണ്ട കടമ നമുക്കാണ്. അവർ ചിലപ്പം പറയും വൈറസ് രോഗത്തിന് മരുന്നില്ല. എന്നാൽ വൈറസ് രോഗത്തിന് മരുന്ന് തന്നെ. കൊറോണ പോലെയുള്ള വൈറസ് രോഗത്തിന് നമ്മൾ ആർസനിക് ആൽബം 30 എന്ന് പറയുന്ന CH, ആ ഒരു മരുന്നാണ് നമ്മൾ ചെറിയ ചെറിയ ഗുളിക രൂപത്തിൽ നമ്മൾ കഴിച്ചത്. അതേ ഹോമിയോയിൽ വരുന്ന മരുന്നാണ്, അത് ആർസനിക് ആൽബം 30 CH ആണ്. പക്ഷേ ഇന്ന് നമ്മുടെ പ്രാവിൽ കണ്ടുവരുന്ന എല്ലാ രോഗങ്ങൾക്കും, ഒരു 90% രോഗങ്ങൾക്കും നമുക്ക് ഹോമിയോ മരുന്ന് ഉപയോഗിക്കാം. ആ ഹോമിയോ മരുന്നിനെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിൻ്റെ ഡോസ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ ഈ പ്രാവുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. ആ കണ്ടന്റാണ് ഓണം. അപ്പം ആർസനിക് ആൽബത്തിൽ തന്നെ പല കണ്ടന്റ് ഉണ്ട്. അപ്പം പ്രാവിൻ്റെ വിഷയത്തിൽ പ്രാവിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള സഹോദരന്മാരോട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അവിടെ വന്നപ്പോഴാണ് ഓരോരുത്തരെ പരിചയപ്പെട്ടത്. അപ്പം പരിചയപ്പെടാതെ ഏതെങ്കിലും സഹോദരന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം നിങ്ങളുടെ പ്രൈവറ്റ് പിക്ചറിലാണ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ വോയിസിൽ കൂടി മാത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്ക് എല്ലാവരെയും കാണാനും ഇഷ്ടപ്പെടാനും സംസാരിക്കാനും ഒരു താല്പര്യമുള്ള ഒരാളാണ്. എൻ്റെ അറിവ് എന്താണോ അത് ഞാൻ പുറം ലോകത്തേക്ക് വിളിച്ചു പറയാം. എപ്പോഴും ഏത് രാത്രി ശേഖരേട്ടൻ പറഞ്ഞത് 100% സത്യമാണ്. ശേഖരേട്ടൻ്റെ കാര്യങ്ങൾ അറിയാം. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് എനിക്ക് പോയി വരാനുള്ള ദൂരമാണെങ്കിൽ ഞാൻ ആ കൂട്ടിൽ പോകും. ആ കൂട്ടിൽ പ്രാവിൻ്റെ രോഗാവസ്ഥ നോക്കും. ആ രോഗാവസ്ഥ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടപ്പെട്ട മരുന്ന് നിർദ്ദേശിക്കും. അതുകൊണ്ട് എനിക്ക് പ്രാവുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വാക്സിനെ പറ്റി അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് ഞാൻ വാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പണ്ടുള്ള എൻ്റെ കാരണവരും ഗുരുനാഥനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല. അന്നത്തെ കാലത്തൊന്നും ഇതുപോലുള്ള രോഗങ്ങളില്ല. കൂടി മരുന്ന ഒരു കണ്ണസുഖം വരും, ഒരു തിരിച്ചിരി വരും. അതിനൊക്കെ മരുന്നുകളുണ്ട്. പച്ചമഞ്ഞളിൽ തന്നെ അല്ലെങ്കിൽ ചെറുതേലിൽ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ കരിക്കീര അടക്കമുള്ള സാധനത്തിൽ തന്നെ പ്രാവിൻ്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വായു കുടിക്ക് പകരുന്ന വൈറസ് രോഗങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഒരു പറവ സീസണിലാണ് നമ്മളെ കൂടിനകത്ത് അത് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് വെച്ചിരിക്കുന്ന രാത്രിയും പകലും പറത്തി മുറിച്ച് വെച്ചിരിക്കുന്ന പ്രാവുകളും നമ്മൾ പഞ്ചായത്തിൽ ഇറക്കാൻ കഴിയാതെ നമ്മൾ നിരാശപ്പെടും. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ, എൻ്റെ പ്രിയ പ്രാവശ്രേഖകൾ, ജ്യേഷ്ഠ സഹോദരന്മാരെ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് അവരെ ട്രോഫി, അതായത് വിജയികളായിട്ടുള്ള ആൾക്കാർക്കുള്ള ട്രോഫിയാണ്. വിജയിക്കാത്ത സഹോദരന്മാർ ഒരിക്കലും നിരാശപ്പെടരുത്. എനിക്കതേ പറയാറുള്ളൂ. വിജയിച്ചവരെക്കാളും നമ്മൾ വിജയിക്കാത്തവരാണ് ഈ പന്തായിച്ച് ചേർന്നിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തതിന് കാരണം അവരെ ഭാഗ്യദോഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 60% പ്രാവ്. ഈ 60% പ്രാവ് എന്ന് പറഞ്ഞാൽ പ്രാവത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രാവ്. അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഷേഖ് സാർ നിങ്ങളടുത്ത് സംസാരിക്കും. ബ്ലഡ് ലൈനിനെ പറ്റിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെയധികം റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? നല്ല സാധനം, നല്ല മുരുക്ക്, നമ്മളെ വജ്രം. ആ വജ്രമാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിനെ പുറകെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതിനെ പുറത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി പകല് അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ അരിമ പക്ഷി ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം ഇട്ടേരും. അതുകൊണ്ട് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ നിരാശപ്പെടരുത്. കാരണം ഞാൻ 43 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എനിക്ക് 16 മണിക്കൂറിന് മേലെ പറത്താം. എൻ്റെ ആദ്യത്തെ സമയം 16:01 2018. അതിനുശേഷം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ പ്രാവിനെ പറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം വൈരി ലഹനം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ദൈവത്തിന്റെ സഹായം കൊണ്ട് ഈ പ്രാവശ്യങ്ങളെ പ്രാർത്ഥന കൊണ്ട് ഈ വർഷവും ചെറിയ സമയമാണെങ്കിലും 14:30, 14:20 എന്ന് പറയുന്ന ഒരു സമയം, 2 സമയം എനിക്ക് കുറിക്കാൻ കഴിഞ്ഞ്. അതുകൊണ്ട് ഇവിടെ വരാനും നിങ്ങൾ ഓരോരുത്തരെയും കാണാനും പരിചയപ്പെടാനും എനിക്ക് സാധിച്ചൊരു സന്തോഷം. ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ ക്ഷണിച്ച് ഇവിടെ വരുത്തിയതിലും വളരെയധികം സന്തോഷം. അതുപോലെയുള്ള ശേഖരനെ പല സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. തിരുക്കി ഷേഖ് സാറിനെ പരിചയപ്പെടാനും ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളെയും കാണാനും അവരോട് സംസാരിക്കാനും സ്നേഹം പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും ധർമ്മവും നീതിയും
കാത്തു സൂക്ഷിക്കാൻ അവരെ കൊണ്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നല്ലൊരു അറിവ് തന്നെയാണ് മിസ്റ്റർ രാജൻ സാറ് നിങ്ങളോട് പങ്കുവച്ചത്. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി ശ്രീ ട്രിച്ചി ഷെയ്ഖ് അവരെ ക്ഷണിച്ചോളൂ. ஹலோ, எல்லாருக்கும் வணக்கம். அந்த பாலக்காடு ஃபங்க்ஷனுக்கு வர்றது வந்து நான் கிட்டத்தட்ட ஒரு 2 இயர்ஸ்க்கு அப்புறம் இந்த ஃபங்க்ஷனுக்கு வரேன். மேக்ஸிமம் என் தமிழ் உங்களுக்கு புரியும்னு நினைக்கிறேன், எல்லாத்துக்கும் புரியும்னு நினைக்கிறேன். அதாவது இப்போ எல்லா இடத்துலையும் இருக்கிறது என்னென்னா, இப்போ பிறந்திருக்க குழந்தைகள் வந்து சேட்டலைட்டில் பிறந்த மாதிரி இப்போ அதி புத்திசாலியாக இருக்குங்க. பயங்கர நம்மளுக்கு செல்லை ஆப்ரேட் பண்ணுறதுங்காட்டிலும் அந்த குழந்தைங்க ரொம்ப குயிக்காக எல்லாத்தையும் ஈஸியாக ஆப்ரேட் பண்ணுது. அதே மாதிரி இப்போ வந்திருக்க ஃபேன்சியர்ஸும் ரொம்ப அட்வான்ஸ்டாக போகிறாங்க. ஆஃப்டர் ரேசிங் மெடிசன் எடுக்கலாம், பிஃபோர் ரேசிங் மெடிசன் எடுக்கலாம். அமேசானில் எல்லாம் கிடைக்கிது. அதெல்லாம் வச்சு நம்ம இந்த சாதா புறா கிப்லர் புறாவை ஓட்டுறது ரொம்ப கஷ்டம். அதை வந்து கால்குலேட் பண்ணி ஓட்டணும். இது வந்து மெடிசனை வந்து சொல்கிறது வந்து ஈஸியாக சொல்லிட்டு தரலாம். இந்த மெடிசனை போட்டால் புறா பறக்கும் அப்படின்னு. 1 டே டோர்னமெண்ட்டுக்கு இப்போ திருச்சி சைடில் எல்லாருமே வந்து 2nd டே 3rd டே விட்டுட்டு 3rd டே ஃபைனல் டேயில் சீட்டு பிடிக்கிறதுக்காக சின்ன குழந்தைங்களுக்கு கொடுக்குற மருந்தை புறாவுக்கு கொடுத்து பறக்க போகிறாங்க. அது ஹை டைம் பறக்குது. அந்த 3rd டே ஃபைனல் டேயில் பெரிய டைம் பறக்குது. இன்கேஸ் அது மிஸ் ஆகிடுச்சு, அந்த டைத்தை அது ரீச் ஆகலைன்னா ஹார்ட்டு ஃபஸ்ட் ஆகி செத்து ரோட்டில் விழுவுது. இது அந்த மெடிசனில் உள்ள டிஃபெக்ட்னுங்கிறத அந்த புறாவை கொல்றவங்களும் உணர்றதில்லை. அந்த ஏற்கனவே அந்த மருந்தை யூஸ் பண்ணி பயன்படுத்துறதே இல்லை. இது வந்து இந்த மருந்துக்காக அவர் மெடிசனை பற்றி பேசிக்கிறத பற்றி சொன்னேன். நான் ஒரு 100-150 வருஷமாக அந்த புறா இனத்தில் இருக்க அனைத்து மெடிசனையும் மறைச்சிக்கிட்டே இருந்தாங்க. இது பாமரனுக்கும் தெரியணும் தான் அதோட அளவோடு நான் வீடியோ போட்டேன். அந்த மருந்துக்கு பொட்டானிக்கல் நேம் என்ன எல்லாம் சொல்லி விவரமாக போட்டேன். ஆனால் இங்கே இப்போ நான் வந்து பேச போகிற சப்ஜெக்ட் வந்து இன்பிரீடை மட்டும்தான் பேச போகிறேன். இன்பிரீடுங்கிறது ஃபஸ்ட்டு யாருக்குமே சரியாக அண்டர்ஸ்டாண்ட் பண்ணிக்க மாட்டேங்கிறாங்க. செகண்டரி பதவின்னு நான் சொல்கிறதையும் யாரும் அண்டர்ஸ்டாண்ட் பண்ணிக்கல. நான் மீண்டும் நேராக பார்க்க மீது அதே கேள்வியை கேட்குறாங்க. இன்பிரீட்னா நம்ம அந்த பழைய புறா, நம்மக்கிட்ட நல்ல புறா எல்லா கூண்டுலேயும் நிறைய புறாக்கள் இருக்கும். அந்த புறாக்களில் ஒரு புறா பறந்த உடனே அந்த பறந்த வருடமே அந்த புறா இன்னைக்கு 18 மணி நேரம் பறந்து ரேஸ் வின் பண்ணியிருக்குன்னா இந்த வருஷமே அந்த ஜதை போடணும்னு நினைக்கிறப்போ தான் அது இன்பிரீட் ஆகுது. அதுக்கு பிரீட் பண்ணி எடுக்கிறப்போ பட்டா வந்து சாஃப்டாக பஞ்சு மாதிரி ஆகிடும். இதே ஒரு புறா வந்து ஒரு 2 or 3 இயர்ஸ் ஓட்டிட்டு அப்போ அது மசில் வந்து நல்லா ஸ்ட்ராங் ஆகிடும். அதுக்கப்புறம் ப்ரீடிங்க்கு எடுத்தோம்னா அதில் அது சரியான ஜெனட்டிக்கை கடத்தி கொண்டு வரும். நம்மளுடைய சராசரி உயரம் வந்து 6 feet இருந்தோம். நம்ம சவுத் இண்டியன்ஸ் 6.5 இருந்தோம். நம்ம சொந்தத்துக்குள்ள பொண்ணு எடுத்து தான் நம்மளோட ஹைட்டு குறைஞ்சதா ஒரு சயின்டிஃபிக் இதில் நான் படித்தேன். இப்போ நான் பார்க்குறப்ப எல்லா கூண்டுலையுமே ஒரு 100 புறா இருக்குதுன்னா அதில் 80 புறா இன்பிரீடாக தான் இருக்குது. ஏன்னா அவசரம், நம்மளுக்கு ஃபாஸ்ட் ஃபுட்டு சாப்பிட்டு இந்த அவசரத்தில் போகிறோம். நம்ம அந்த லைன் பிரீடை காப்பாற்றல. இனி வேறு நாட்கள்லையாவது இதை காப்பாற்றணும். ஹார்ட் மசிலோடு இருக்க புறாக்கள், பழைய ஜெனட்டிக்கெல்லாம் வச்சுருந்த நம்ம அப்பா தாத்தா வச்சுருந்த புறாக்களை அதை அப்படியே நம்ம பாதுகாப்பாக வைக்கணும்னா அதில் எடுக்கிற விடைங்களுக்கு சிக்ஸை வந்து 2 or 3 இயர்ஸ் வந்து அதை வந்து பேரிங்கே பண்ணக்கூடாது. பொட்டை சேர்ந்து கூட முட்டை வைக்கிறதுக்கு அந்த புறாவை அலோவ் பண்ணவே கூடாது. பிரித்து வை. ஒரு புறா 2 புறா அதில் தேர்னா கூட நம்மளுக்கு அடுத்த தலைமுறைக்கு நம்ம பிள்ளைங்களுக்கு அந்த புறாவை விட்டுட்டு போக முடியும். இதனால இப்போ திருச்சியில் ஃபேமஸாக இருந்தார் காட்டுப்புத்து பிச்சைப்புத்து புறா. நீங்கள் நிறையா பேர்கிட்ட இருக்கும். அந்த சப்ஜா புறா இருக்கும், காசின் புறா இருக்கும். ஆனால் அது இப்போ அங்கேயே கிடையாது. இன்பிரீட் பண்ணி அந்த புறாங்க இப்போ மைனா சைஸுக்கு வந்துருச்சு. இந்த இன்பிரீட்னுங்கிற சப்ஜெக்டுக்குள்ளே போகாமல் நீங்கள் வந்து ஒரு பறந்த புறாவை 3 இயர்ஸ் வரைக்கும் நிறுத்தி அதுக்கப்புறம் அதே லைனில் நெக்ஸ்ட் மேட்டை கூட நீங்கள் வைக்கலாம். வைக்கிறப்ப
3 years கழிச்சு அதை வைக்கும் மீது அது லைன் ப்ரீடாக போயிடும். ஒவ்வொருத்தவங்க பேருக்கும் ஒவ்வொரு ப்ரீட் லைன் நின்றுக்கும். அப்படி இல்லைன்னா அந்த லைனை நம்ம வந்து நம்மளே அழிச்சிடுறோம். எல்லாத்துக்கிட்டையும் நல்ல புறா இருக்குது, எல்லா கூண்டுலேயும் நல்ல புறா இருக்குது. அந்த புறாவோட லைனேஜை நம்ம காப்பாற்ற வந்து தவறணும். எல்லாருமே தவறணும். என் ஏஜில் இருக்கவங்களும் அந்த தப்பை பண்ணுறாங்க. எனக்கு அடுத்த தலைமுறையும் பண்ணது, எனக்கு முன்னாடி தலைமுறையும் அதே தப்பை பண்ணுச்சு. இன்பிரீடுக்கு அந்த புறாவை நம்ம கொண்டு வராமல் ஒரு தேவைப்படுறப்ப அது ஷார்ட்டாக ஆகுது பேக்குன்னு தெரிஞ்சிச்சுனாலே டிஃப்ரென்ஸ் தெரியும். நம்ம வந்து இந்த வாழை விரிச்சு ரெக்கை வாழை காட்டுற புறாவெல்லாம் நம்மளுக்கு லாங் டயத்துக்கு லாய்க்கப்படாது. அது சுற்றி வச்சு ஏறும், பறக்கிறப்ப அழகாக இருக்கும் பார்க்குறதுக்கு. ஆனால் அது தலைமுறையை கடத்தாது, அது மரபணு கடத்தப்படணும் அடுத்த தலைமுறைக்கு. அது மாதிரி ஸ்ட்ராங்கான புறாவாக எடுத்து அந்த லைனேஜை வந்து நீங்கள் லைனேஜை காப்பாற்றுங்க. இந்த லைனேஜை காப்பாற்றுனீங்கன்னா தான் அடுத்த தலைமுறைக்கு புறாவாக இருக்கும். இல்லைன்னா மைனா சைஸுக்கு மாறிடும். நீங்கள் இந்த லைனேஜை மட்டும் காப்பாற்றணுன்றது மட்டும் என்னுடைய ரொம்ப வேண்டுகோளாக வச்சு சொல்கிறேன். இதை நீங்கள் பார்த்துங்க. இந்த வாய்ப்புக்கு നന്ദി കൂടി വിടപെടുகிறேன். നന്ദി, വണക്കം. ട്രിച്ചി സാർ, അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി പുതുപ്പരിയാരം ടൂർണമെന്റ് ക്ലബിലെ ഷിബോർഡിനെ ക്ഷണിച്ചോളൂ. ആദ്യമായി നമ്മൾ ഇവിടെ വണ്ണക്കര ഭാഗത്ത് നമ്മൾ ഗുരുതുല്യനായി കാണുന്ന, ഗുരുസ്ഥാനത്ത് കാണുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരായ നമ്മുടെ പൊന്മലേട്ടന് ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനായ എല്ലാ വ്യക്തികൾക്കും, അതുപോലെ സദസ്സിലിരിക്കുന്ന മുഴുവൻ പ്രാവരാജാക്കന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം. എന്തായാലും ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നെയ്ച്ചോറ് ചൂടാറും, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കില്ല, പേടിക്കണ്ട. എന്താണെങ്കിലും ഈ സദസ്സിൽ, ഈ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഈ ഒരു PDPT വെണ്ണക്കര ടൂർണമെന്റ് കമ്മിറ്റിക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. 2 വർഷമായി നല്ല രീതിയിൽ പന്തയം നടത്തി പിരിച്ചുവിടുന്നുണ്ട്. ഈ വർഷം 2 ടൂർണമെന്റ്, 8 മണി ടൂർണമെന്റും അതുപോലെ അൺലിമിറ്റഡ് ടൂർണമെന്റും നല്ല രീതിയിൽ നടത്തി അതിൻ്റെ പൂർണ്ണതയിൽ ഈ സമ്മാനദാന ചടങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കാണാനും അതുപോലെ ഈ രാജേട്ടൻ പറഞ്ഞ പോലെ സൗഹൃദം പങ്കിടാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, വെണ്ണക്കരക്കാരോട് മാത്രമാണ്. അതായത് ശിവൻ പഞ്ചിക്ക എന്നൊരു ടൂർണമെന്റ് കൂടി വെണ്ണക്കരയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഹരിയാട്ടൻ, സുരാട്ടൻ ഇവരെയൊക്കെ അറിയപ്പെട്ടത് ആ ടൂർണമെന്റിലൂടെയാണ്. അത് മാറി മാറി വരുന്ന ഒരു കമ്മിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഹരിയാട്ടനും സുരാട്ടനും ഈ ഒരു ടൂർണമെന്റിന് കഴിഞ്ഞ വർഷം ടൂർണമെന്റ് തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണ വേറൊരു കമ്മിറ്റി ശിവൻ പഞ്ചിക്ക ടൂർണമെന്റ് നടത്തി. ഈ വർഷം ആ ഒരു ടൂർണമെന്റ് ഇല്ല എന്നുള്ളൊരു വേദന കൂടി ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത് ഒന്ന് നമ്മൾ ഓർക്കേണ്ടത്, ശിവൻ പഞ്ചിക്ക അത് നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള അല്ലെങ്കിൽ പഴയകാല ഓർമ്മ, 2 വ്യക്തികളുടെ ഓർമ്മ സ്മരണ പുതുക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. അതിനുകൂടി നിങ്ങളെല്ലാവരും അടുത്ത വർഷം മുന്നിട്ട് നിന്ന് ഈ ഒരു ടൂർണമെന്റും അതോടൊപ്പം തന്നെ ഒരു പുതിയ കമ്മിറ്റി എടുത്ത് വെണ്ണക്കരയിൽ ഈ ഒരു ശിവൻ പഞ്ചിക്ക ടൂർണമെന്റ് നിർത്താതെ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം കൂടി ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വർഷം സമ്മാനത്തിന് അർഹനായ മുഴുവൻ ആളുകൾക്ക് ഞാനൊരു അഭിനന്ദനം അർപ്പിക്കുന്നു. അതുപോലെ അടുത്ത വർഷം, വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ പാലക്കാട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല നല്ല ടൈമുകൾ വീഴുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. 20ഉം 24ഉം 28 ഈ വർഷം ഒരു ടൈം നമുക്ക് കിട്ടിയില്ല. ഇല്ലെങ്കിൽ നല്ലൊരു ടൈം ഈ വർഷം തന്നെ അത് ഔട്ടായി പോയി. അതുപോലെ തന്നെ 15 മണിക്കൂറിന് മേലെ ഒരുപാട് കൂടുകൾ, അതുപോലെ 18, 20, ഞാൻ എപ്പോഴും എല്ലാ ടൂർണമെന്റിലും പറയുന്ന നല്ല നല്ല ടൈമുകൾ, ഒരു 10-35 കൂടുകൾ ഈ വർഷം പറപ്പിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മുഴുവൻ ആളുകൾക്കും 15 മണിക്കൂർ മേലെ 20 മണിക്കൂർ മേലെ പറപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ ഷിബു സാർ.
അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി ശ്രീ ഇബ്രാഹിം പേഴുങ്കരെ ക്ഷണിച്ചോളൂ. ശിവനെ പോലെ സംസാരിക്കാൻ അറിയില്ല, അതാണ് വലിയൊരു പ്രശ്നം. സ്റ്റേജിൽ കയറി പ്രൈസ് വാങ്ങാനേ പറ്റുന്നുള്ളൂ. എന്തായാലും അരിയേട്ട സുരേട്ട നമ്മുടെ ഈ കമ്മിറ്റി 2 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ ഒരു ടൂർണമെന്റും കൂടെ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ മെമ്പർമാർക്കും സൗകര്യമാണ്, ഈ കമ്മിറ്റിക്കാർക്കും നടത്തിപ്പുകാർക്കും കൂടുതലില്ല. 10 to 12 14 മണിക്കൂർ, 10 to 12 ഒരു 14 മണിക്കൂർ. നമ്മുടെ ഈ അൺലിമിറ്റഡ് ടൂർണമെന്റിന് ടേൺ വിടുന്ന ഒരു സമയമാണ് 10 to അൺലിമിറ്റഡ്. അപ്പൊ ഈ 10 മണിക്ക് നമ്മൾ എന്തായാലും ടേൺ വിടണം. അതിന് റൂൾസ് ഒക്കെ അവർ തീരുമാനിക്കും. പക്ഷെ ഈ 12 മണിക്കൂർ അല്ലേട്ടാ കേൾക്കണ്ട, 12 മണിക്കൂർ 14 മണിക്കൂർ 10 to 12 ഒരു ടൂർണമെന്റ് നമ്മൾ ഉൾപ്പെടുത്തിയ എന്തായാലും ഒരു മെനക്കെടുണ്ട് അല്ലേ ജിബോ? എന്തായാലും മെനക്കെടുണ്ട്. 2 ടൂർണമെന്റ് 3 കൂടി ആയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെമ്പർമാർക്ക് അത് ലാഭമാണ്. കാരണം നമ്മൾ ഈ ടൂർണമെന്റ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് 10 മണിക്ക് ശേഷം നമ്മൾ എന്തായാലും ടേൺ വിടുന്നുണ്ട്, അല്ലെങ്കിൽ 10 മണി മുന്നേ ടേൺ വിടുന്നുണ്ട്. അതൊരു മത്സരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ടൂർണമെന്റിലേക്ക് അത് നമ്മുടെ റെസ്റ്റ് എത്ര കൊടുക്കണം അത് കണക്കാക്കിയിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ 10 to 12 14 മണിക്കൂറാണെങ്കിലും അടുത്ത ടൂർണമെന്റിലേക്ക്, അടുത്ത ഈ പ്രാവ് നമുക്ക് ടൂർണമെന്റിലേക്ക് ഉപയോഗിക്കപ്പെടുത്താം. ഒരു ഇതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പറയാനുള്ള നമ്മുടെ സേവ് പീജനാണ്. ഷിബോ എല്ലാ കമ്മിറ്റിക്കാരും ഇവിടെ ഉണ്ട് തോന്നണം. സേവ് പീജന്റെ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ അടുത്ത വർഷം മുന്നോട്ട് പോകണം. എല്ലാവരും അതിനെ നമ്മുടെ മെമ്പർമാരാണ് അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പാലക്കാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം പാലക്കാട് മാത്രമേ ഉള്ളൂ. സേവ് ബീച്ച് ടൂർണമെന്റ് അത് ഒന്ന് ഫുഡ് അതിനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വരണം. എല്ലാവർക്കും നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കാനായി ദിവ്യ ടെക്സ്റ്റൈൽസിന്റെ ഉടമയും നമ്മുടെ ട്രോഫിയൊക്കെ സ്പോൺസർ ചെയ്ത ശ്രീ ശ്രീനിവാസൻ അവരുടെ 2 വാക്ക് സംസാരിക്കാനായി. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കൂടുതൽ സ്റ്റേജ് സംസാരിച്ച് അതിശയില്ലാത്തതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീനിവാസൻ. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി മുൻ കൗൺസിലർ സുക്കൂർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളവരെ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രാവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാവിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഇത്തരമൊരു വേദിയിൽ വന്നപ്പോൾ ഇവിടെ സംസാരിച്ച ആളുകളിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്കാകെ പ്രാവിനെ കുറിച്ച് അറിയാം. പ്രാവ് ഒരു സമാധാനത്തിൻ്റെ പ്രതീകമാണ്, പിന്നെ ഒരു സന്ദേശവാഹകരാണ്. നമ്മുടെ ലോകമഹായുദ്ധങ്ങളിൽ പോലും പ്രാവിനെ സന്ദേശം കൈമാറുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രാവിനെ മത്സരിപ്പിക്കുകയും അതിനെ നന്നായി നോക്കുകയും അത് മണിക്കൂറുകളോളം പറന്ന് കിലോമീറ്ററുകളോളം പറന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു പ്രാവിനെ നമുക്കെല്ലാവർക്കും ഈ കൂട്ടായ്മയിലൂടെ കാണാൻ കഴിയും. ഈ കൂട്ടായ്മ തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടെന്നും ഇതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരണമെന്ന് നമ്മുടെ ഹരിയും അതുപോലെ തന്നെ അയ്യൂബും പറഞ്ഞപ്പോൾ ഇത്ര വലിയൊരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ 4 മണിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ആരവവും ആഹ്ലാദവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രാവിനെ പ്രേമിക്കുന്ന പ്രിയപ്പെട്ടവരായ കുറേ ആളുകൾ, കുറേ യുവാക്കൾ ഇതിന് പുറകിൽ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഒരു രീതിയിൽ ഒരു അഭിമാനമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. പ്രാവിനെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ സമാധാനവും പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഇതിൽ വിജയികളാകുമ്പോൾ പിന്നെ തോറ്റവരെയും അവരെയും നമ്മൾ ആദരിക്കണം. തോൽക്കാൻ ആളുള്ളത് കൊണ്ടാണ് വിജയിക്കാൻ ആള് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ ഇതിൻ്റെ പ്രാവ് വളർത്തുന്ന ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി പ്രാവപ്രേമികൾക്കിടയിൽ
വടാഡോൾ എന്നറിയപ്പെടുന്ന മൂത്താന്തറയിലെ ഉദയൻ മൂത്താന്തറയെ രണ്ടു വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ പ്രാവരാജാക്കന്മാർക്കും എൻ്റെ നമസ്കാരം. 2005 ഡിസ്ട്രിക്ട് കമ്മിറ്റി തുടങ്ങുമ്പോൾ 20 ആൾക്കാരെ വെച്ചായിരുന്നു കമ്മിറ്റി അന്ന് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ 250 കൂടുകളെ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കണം. പിന്നെ ഈ ടൂർണമെൻറ്റിൽ വെണ്ണക്കര ടൂർണമെൻറ്റിൽ മൊത്തം 96 കൂട് വിട്ടതിൽ 30 കൂട്ടിൽ 13 മണിക്കൂറിന് മേലെ പ്രാവ് പറന്നിട്ടുണ്ട്. അപ്പോൾ 20 ആൾക്കാർ 13 കൂടുകൾ 15 മണിക്കൂറിന് മേലെ പറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ഫസ്റ്റ് പ്രൈസിൽ പോവുക. ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം മാത്രം. ഇത് സംബന്ധിച്ചോളം 2007 ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ഇവിടെ പന്തയങ്ങളൊന്നുമില്ല. ഡിസ്ട്രിക്റ്റിൽ ആകെ ഒരു ടൂർണമെന്റ് മാത്രം പാലക്കാട് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള ടൂർണമെന്റ് നാഷണൽ ടൂർണമെന്റ് ആയിരുന്നു. ആ സമയത്ത് നാഷണൽ ടൂർണമെന്റിൽ ഞാൻ പങ്കെടുക്കാൻ ചേർന്നപ്പോൾ ഇവിടെ ലെഫറി വന്നിട്ട് അടുത്ത ആൾ പ്രാവ് ഇട്ടിക്കണോ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് 3 കൊല്ലം നമ്മളെ സസ്പെൻഡ് ചെയ്തതാണ്. നാഷണൽ പദ്ധതിയിൽ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം നാഷണലിൽ. അപ്പൊ ഇതൊന്നും അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ പാലക്കാട്ടിൽ ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം സമയങ്ങളുണ്ട്. പിന്നെ അന്ന് നമ്മൾ 2007-2008 ഫോണിന്റെ സെറ്റപ്പില്ല. അപ്പൊ മജീദ് ഖാനെ പറ്റി ചോദിക്കുമ്പോൾ പറയണം, 4 ഓവർ ഇന്നാളുടെ പ്രാവ് 15 മണിക്കൂർ പറന്നു, ഇന്നാളുടെ പ്രാവ് 17 മണിക്കൂർ പറന്നു. അപ്പൊ നമുക്ക് അവരെ ബീറ്റ് ചെയ്യണമെന്നായിരുന്നു അന്ന് നമ്മുടെ ചിന്ത മാത്രം. അന്ന് ഈ പാലക്കാട് ഇപ്പോൾ ഈ പറപ്പിച്ച് ഈ 15 മണിക്കൂറിന് മേലെ 17 മണിക്കൂറിന് മേലെ 5 കൂടുതൽ വെണ്ണക്കര പഞ്ചായത്തിന് അർഹരായിട്ടുണ്ട്. അതിനാദ്യം ഞാൻ നന്ദി അറിയിക്കണം എല്ലാവരുടെ അടുത്തും. ഇത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ജിജുവേട്ടൻ വേദിയുടെ പുറത്തോടെങ്കിലുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജിജു ശ്രീ കറുകോടി. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതിയതായി വളർന്ന ആളാണ് ജിശ്രീ കറുകോടി. ഇതൊക്കെ എല്ലാവർക്കും അറിയും. ഇടയിൽ കൂടെ ഒരു പെട്ടെന്ന് ഫേമസ് ആയവരായി ചെറിയ പ്രാവിന്റെ പ്രശ്നത്തില് അത് എനിക്കന്ന് കിട്ടിയൊരു ട്രോഫി കാര്യങ്ങൾ പറഞ്ഞാൽ അന്ന് ആ വ്യക്തിയായിട്ടോ ആ കമ്മിറ്റിയായിട്ടോ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ ഹരിയായിട്ട് ഈ ടൂർണമെന്റ് ആയിക്കോട്ടെ മറ്റു ടൂർണമെന്റ് ആയിക്കോട്ടെ, ഇതിലെല്ലാവരും പറഞ്ഞത് നമ്മുടെ ഫീസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് തെറ്റ് ചെയ്യാത്തൊരു ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹരിയേട്ടൻ പറഞ്ഞു 50ഓളം കൂടുകൾ ഹരിയേട്ടന്റെ ഈ ഗ്രൂപ്പ് ഈ ടൂർണമെന്റ് പറഞ്ഞു കേട്ടോ. 50ഓളം കൂടുകൾ പൈസ തരാണ്ട് പറഞ്ഞു. പൈസ കൊടുത്തവരും കൊടുക്കാത്തവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഈ 100ഓളം പേരുകൾ അടങ്ങിയിട്ടാണ് ഈ പന്തയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ പേരില്ല, ഇതിൽ കുറേ പേര് പ്രൈസ് ഉണ്ടായിട്ടും ഈ പന്തയത്തിന് വന്നിട്ടില്ല. ഇവിടെ ഇത് ട്രോഫി കാര്യങ്ങളുണ്ടല്ലോ, എന്നാലും ചെറിയ ചെറിയ എമൗണ്ട് 2500 ആയിക്കോട്ടെ, 3000 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 1500 ആയിക്കോട്ടെ കൊടുക്കാൻ പറ്റുന്നവരും പറ്റാത്തവരും ഉണ്ട്. ഇതിലൊരു സംഭവം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഹരിയാണം പറയുന്നത് ഇവിടെ 50ഓളം ആൾക്കാർ അയാളുടെ സങ്കടങ്ങൾ പറയുന്നത്. കാരണം ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയാക്കി നടത്തണമെങ്കിലും ഇത് ചെയ്യണമെങ്കിലും ഒരുപാട് റിസ്ക് ഉണ്ട്. എല്ലാ മത്സരത്തിലുണ്ട് ഒരുപാട് റിസ്ക് ഉണ്ട്. ഞാൻ തിരുനെല്ലയിലെ നമ്മുടെ പ്രിയാരി കൂട്ടായ്മയില് പന്തയം നടത്തുന്ന സമയത്ത് കൃപ നമ്മുടെ കൂട്ടുകാരനാണ്, ഷക്കീർ നമ്മുടെ കൂട്ടുകാരനാണ്. ഈ മത്സരമൊന്നുമില്ല, എല്ലാ മത്സരം എനിക്ക് വന്നിട്ടാണ്. എല്ലാവരും ഞാൻ സൗഹൃദമാത്ര രീതിയിൽ പറഞ്ഞതുള്ളൂ. അന്ന് എനിക്ക് കിട്ടിയൊരു സംഭവം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ട്രോഫിന്റെ കാര്യങ്ങൾ നടന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു റിയാക്ഷൻ ഞാൻ ചെയ്തു. എനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞില്ല ഒരാഴ്ച പന്തയിൽ പിരിച്ചുവിടുന്നോ ഇല്ല, നമുക്ക് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ചക്കയാണെങ്കിൽ കിട്ടി, ചക്കച്ചോളയിൽ പോയി സന്തോഷമേ ഉള്ളൂ. അതിലൊന്നും ഞാൻ പറയുന്നില്ല. ഇതില് ഈ ഫീസ് കൊടുക്കാത്തവർ കുറേ പേരുണ്ട്. ഫീസ് കൊടുക്കാത്തവർ കുറേ പേരുണ്ട്. അതിനായിട്ട് ഡെയിലി വിളിക്കുമ്പോൾ ഓരോരുത്തരുടെ അങ്ങനെ നമ്മൾക്ക് ആ വ്യക്തികൾ എന്നെ വിളിക്കണ്ടേ. നമ്മൾ ചെറിയൊരു കാര്യങ്ങളുള്ളതുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. 1 തരും 2 ദിവസം എടുത്താൽ ഞാൻ കൊടുത്ത ആൾക്കാരുണ്ട് കേട്ടോ. എന്നെ ഗുരുനാഥൻ സ്ഥാനത്ത് കൂട്ടുകാരൻ സ്ഥാനത്ത് മറ്റുള്ളൊരു കാര്യസ്ഥാനത്ത് കൊടുത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഇവരടുത്ത് പറയണത് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക, തെറ്റ് ചെയ്യാത്തവർ ശിക്ഷ അനുഭവിച്ചൊരു കാര്യമില്ല. അതിനായിട്ട് പറഞ്ഞ 50ഓളം കൂടുകളിൽ നമ്മളടക്കം ഇൻക്ലൂഡ് ആണ് ഇതിൽ വരുന്നത്. ഇൻക്ലൂഡ് ചെയ്ത മീൻസ് ആ പൈസ കൊടുക്കാനുള്ള കേസിലെ 50ഓളം കൂടുകൾ നിങ്ങൾ എല്ലാവരും വോയിസ് കേട്ടിട്ടുണ്ടാവും. ഈ പൈസ തരാനുണ്ട്. ഇത് പിരിച്ചുവിടാനും ഇത് നടത്താനും ഒരുപാട് റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ഹരിയാട്ടനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഹരിയാട്ട ഞാൻ വേദിയിൽ വെച്ച് പോലും പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരോട് തെറ്റ് നീ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ ഹരിയാട്ട നിങ്ങൾ അടുത്ത പ്രാവശ്യം ഈ കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയിൽ നമ്മൾ പറയും, നിങ്ങൾ ഇടുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ ആരാണോ മത്സരം കൂടെ തീരുമാനിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ശ്രീജിത്ത ടൂർണമെന്റില് നമുക്ക് നമ്പർ 132, 133, 134 പൈസ അടച്ച ശേഷം മാത്രം കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവം എന്ന് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടെ ലെജൻഡുമാരുള്ളത് ഈ പാലക്കാട് ജില്ലയിലാണ്. അല്ലാതെ പുറത്തല്ല, പാലക്കാട് ജില്ലയിൽ ലെജൻഡുമാരുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ കാണുമ്പോഴുള്ള സന്തോഷം മാത്രമേ ഞാൻ നേരിട്ടിട്ടുള്ളൂ.
പിന്നെ നമ്മുടെ ഈ സഭ പിരിഞ്ഞതിന്റെ എല്ലാവരും മാറി മാറി നടക്കുകയാണ്. അത് ഒരിക്കലും ഞാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ഇവിടെ നിങ്ങൾ 2 പന്തയം എല്ലാ കമ്മിറ്റിയും കൂടി ചേർത്ത് 2 പന്തയം നടത്തിയാൽ മതി. നമുക്ക് പുറത്തുള്ള ഒരു കമ്മിറ്റിക്കും കൊടുക്കണം. സ്വന്തം പാലക്കാട് ജില്ലയ്ക്ക് കിട്ടാൻ വേണ്ടി 2 പന്തയം നിങ്ങൾ നടത്തിയാൽ മതി. ഒന്ന് എ ഗ്രൂപ്പായിട്ട് ഇന്ന് 2 പേര് പറയുന്നില്ല, ബി ഗ്രൂപ്പായിട്ട് 2 പേര്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 2500 ഒരു ഗ്രൂപ്പിക്ക് കൊടുക്കുന്നുണ്ട്, വേറൊരു ഗ്രൂപ്പിക്ക് 1500 കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേറെ ഗ്രൂപ്പിക്ക് നമ്മൾ 5000 രൂപ വെച്ചുള്ളത്. നിങ്ങൾ പറഞ്ഞ പോലെ 2500 3000 രൂപ വെച്ചിട്ട് നിങ്ങൾ 2 ടീമും ഒരാളെ ചേർന്നിട്ട്, അതായത് സൗഹൃദത്തിന് പേരിൽ കേട്ടോ ഈ മത്സരം അങ്ങനെ നടത്തുന്നത്. ആ നടത്തുന്ന 3000 രൂപ വെച്ചോ നമുക്ക് ഒരു റഫറി ഫീസ് വരുന്നുള്ളൂ. ഈ റഫറി ഫീസ് 700 800 1000 കൊടുത്താൽ നമുക്ക് നഷ്ടമില്ല. നമുക്ക് മണി, അതായത് പ്രൈസ് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും പറയുന്നത് കൂടുതലായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് നടത്തുന്നതല്ല. ഇതൊരു സൗഹൃദ കൂട്ടായ്മ വിജയത്തിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പൊ ഈ നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടി ചെയ്യാനുള്ളത് എന്താന്ന് കഴിഞ്ഞാൽ, ഇവരിപ്പോ ഒറ്റ മത്സരം 2 ഗ്രൂപ്പായിട്ട് നടത്തിക്കോട്ടെ. പ്രൈസ് മണി 100 അല്ല, 50 അല്ല, ഇനിയിപ്പോ 110 അല്ല, ഇതുവരെ പ്രൈസ് മണി നമുക്ക് കൊടുക്കാൻ പറ്റും ഈ പാലക്കാട് ജില്ലയിൽ കേട്ടോ. അപ്പൊ ഈ കൊടുക്കാത്ത കുറെ പേരുടെ അവസ്ഥ കാരണം അവർക്ക് പല സാധനങ്ങളും ഇതില് നമുക്ക് സ്പോൺസർമാരടക്കം സ്പോൺസർമാർക്ക് 2 കമ്മിറ്റി ഗ്രൂപ്പാണെങ്കിൽ കൊടുക്കാൻ എല്ലാവരും തയ്യാറാവും. 2 കമ്മിറ്റി ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് തന്നെ സ്പോൺസർ കൊടുക്കാൻ പറ്റും. 4 കമ്മിറ്റി ഗ്രൂപ്പാണോ നിങ്ങൾക്ക് തന്നെ അറിയാം. റഫറി ഫീസ് നമ്മൾ 4 ടൈപ്പ് കൊടുക്കണം. ചെലവ് കാര്യങ്ങൾ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ മുടക്കവും കഴിഞ്ഞിട്ടാണ്, വീട്ടുകാരുടെ തെറിയടക്കം കേട്ടിട്ടാണ് നമ്മൾ ഈ പ്രാവ് വിടുന്നത്. അപ്പോൾ ആ ദിവസം നടക്കുന്ന നമ്മുടെ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ചെറിയ എമൗണ്ട്, അതായത് പണ്ടൊക്കെ 15 മണിക്കൂർ വന്ന ടോപ്പ് ടൈമാണ് കേട്ടോ. ഇന്നൊരു 15 മണിക്കൂർ വന്നാൽ 15 ഉള്ളൂ അല്ലേ, 7:30 മണി. ആ ഒരു ടെൻഡൻസിയായി മാറി. എല്ലാവരും ഇന്ന് കാലത്ത് 15 മണിക്കൂർ നമ്മൾ കലർന്ന് പറപ്പിക്കുമ്പോൾ അവർക്കതായ തക്കതായ കാര്യം. ചിലവർ പറഞ്ഞു പൈസ കേസിലാണ് ഓരോരുത്തർ പറപ്പിക്കണമെന്ന്, ചിലവർ സർട്ടിഫിക്കറ്റിന് വേണമെന്ന്. മത്സരത്തിന്റെ രീതി പറഞ്ഞാൽ മാക്സിമം എല്ലായിടത്തും എനിക്ക് കിടന്ന 90% ആൾക്കാരും പൈസയുടെ രീതിയിലല്ല, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ട്രോഫി ആ സ്റ്റേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വേറെ അല്ല, പൈസയുടെ പേരിലില്ല കേട്ടോ. പൈസയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിന്റെ പേരിലാണെങ്കിൽ ഈ മത്സരം വേറെ രീതിയായിരിക്കും. നാഗർകോവിലായിക്കോട്ടെ, വടകര ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, ഇവിടുത്തെ ഓരോ പന്തയം നടക്കുമ്പോൾ അവിടെ 1 2 ഗ്രൂപ്പ് കമ്മിറ്റി ഉള്ളൂ. നമ്മുടേതായ ഗുരുക്കന്മാർ, അതായത് ഈ 4 തരത്തിലോ 5 തരത്തിലോ ഫുൾ ടൈം പന്തയം നടത്തുന്ന എല്ലാ വ്യക്തികളും, അതായത് നമ്മുടെ ഗുരുക്കന്മാർ കേട്ടോ, വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയില്ല, എല്ലാവർക്കും അറിയാം. ഇവരൊരു തീരുമാനം ശാന്തമായി എടുത്ത് 2 കമ്മിറ്റിയാക്കി 2 കമ്മിറ്റിയാക്കി നിങ്ങൾ നടത്തുന്ന മത്സരത്തിൽ നമ്മൾ 3000 അല്ല 4000 കൊടുക്കാം. എന്നാൽ കിട്ടുമ്പോൾ നമുക്ക് 100 ചില്ലാൻ പേരോളം ഒരു 500 രൂപയെന്ന് വേണ്ടോ ഒരു ട്രോഫി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫണ്ടിങ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് 100 ചില്ലാൻ പേരോളം ഉള്ളത് കൊടുക്കാൻ പറ്റും. മെനക്കെട്ടവനുള്ള ഉപകാരം കിട്ടും. ഒരു വീട്ടിൽ പോയിട്ട് ചോദിക്കണം എന്താ അറിയോ, നിങ്ങൾ പന്തയത്തിന് പോയി പന്തയം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, സത്യം കിട്ടിയില്ല. കാരണം എന്താ പറയുക, നമുക്കൊക്കെ 12 മണിക്കൂർ താണ്ടിട്ടും എത്താൻ പറ്റിയിട്ടില്ല. ഈ 12 മണിക്കൂർ പറക്കുമ്പോൾ ആ മനസ്സിലെ വയറൊക്കെ ഒരു കാളലുണ്ട് രാത്രി സമയത്ത്. ഈ കിട്ടാൻ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് രാത്രി മിസ്സാവലുണ്ട്, അതിലൊരു സങ്കടം വരലുണ്ട്. അത് നമുക്ക് ഈ അടിവയലിൽ പറഞ്ഞാൽ മനസ്സിലാവും. ആ ദിവസം ആ കൂട്ടിൽ പന്തയം നടക്കുന്ന ആ വ്യക്തിക്ക് അറിയുള്ളൂ അവരെത്ര തീരുന്നുണ്ട്. ഞാൻ തന്നെ 17 മണിക്കൂർ ഉറപ്പിച്ചതിപ്പോ ഞാനല്ലാണ്ട് ഉറപ്പിച്ചത്. ഞാൻ 10 മണി കഴിഞ്ഞ് വരയ്ക്കാൻ തുടങ്ങി. മതി പ്രാവക്ക് മതി ഇത്തിരി പറഞ്ഞു. അപ്പൊ എന്റെ ബാഗിൽ വന്നവർ എന്റെ ഗുരുനാഥൻ ഫൈസൽ ഖാൻ, അതേപോലെ രാജേഷ്, ഇങ്ങനെ കുറെ പേര് എന്റെ ബാഗിൽ വിടുക. നിങ്ങൾ മുന്നാത്ത് വീട്ടിൽ പോയിരിക്കും. അത് സദാവ് വീട്ടിലുണ്ട് കേട്ടോ. സദാവ് വീട്ടിൽ ഇതോട്ടാ പറഞ്ഞല്ലേ സദാവെ വയറ് വരയ്ക്കണം, മതി ഞാൻ ഇരുത്താൻ പോകണം കേട്ടോ, മതി എനിക്ക് ഈ പന്തയം മതി, ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു നിർത്തി എന്നെ സഹകരിച്ച് എന്റെ കൂടെ നിന്നത് എന്റെ കൂട്ടുകാരുടെ ഒരു വയസ്സിലാണ് ഞാൻ ആ 17 മണിക്കൂർ ഉറപ്പിച്ചത്. 12, 13, 15, 17 അടുത്ത കൊല്ലം ഭഗവാൻ സഹിച്ച് ദൈവം സഹിച്ച് നല്ലൊരു ടൈം പറപ്പിക്കുമെന്ന് ഞാൻ പറപ്പിക്കും. ഈ ഗുരുക്കന്മാരെ താഴെ ഞാൻ പറഞ്ഞത് നിങ്ങൾ 2 ടൂർണമെന്റ് നടത്തിയാൽ മതി, ഞങ്ങൾക്ക് സന്തോഷമാണ്. കൊടുക്കാത്ത വ്യക്തികളുടെ അടുത്ത് ഞാൻ ഒരു സംഭവം പറയാം. താഴത്തിൽ പറഞ്ഞതല്ല, ആരെയും തോൽപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. നിങ്ങൾക്ക് മത്സരം മുടങ്ങുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് തികയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു സംഭവം ചെയ്താൽ മതി. ചെറിയൊരു സംഭവം, കൂട്ടുകാരന്മാരുണ്ടാവുമല്ലോ, നമുക്ക് ഇവരെ കൊണ്ട് കമ്മിറ്റിയെ കൊണ്ട് ഒറ്റപ്പാക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾ 6 മാസം മുന്നേ ഫിക്സഡ് ഇട്ടോളെ. 6 മാസം നമുക്ക് അടുത്ത 6 മാസം വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ വ്യക്തികൾ ഫുൾ ലിസ്റ്റ് ഇടുക. പ്രാവ് വിടാത്ത ആരുമില്ല, എല്ലാവരും പ്രാവ് വിടാൻ തയ്യാറാണ്. ഇതിനുള്ള ആഴ്ചക്ക് നമ്മൾ എല്ലാവരും കമ്പനി അടിക്കുന്ന സമയമുണ്ടല്ലോ, ആദ്യത്തെ 250 രൂപ വെച്ച് കൊടുത്താലും കൂടെ നമുക്ക് അടുത്ത വർഷം പന്തയത്തിന്, ഈ പന്തയമാണ് നമ്മൾ താല്പര്യമുള്ളത്, അടുത്ത വർഷം പന്തയമ്പോഴേക്കും നമുക്ക് ഈ 2000 രൂപ കൊടുക്കാൻ പറ്റും. അവരെന്ത് പറയണമെന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ ആ ഒരു സമയത്ത് നടക്കണമെന്ന് പറഞ്ഞത്. അവരോട് ഈ മത്സരം ലാസ്റ്റ് പിരിച്ചുവിടുമ്പോഴേക്കും ഇന്ന് അദ്ദേഹം ഒരു ആ 5 മിനിറ്റ് വരെ കസ്റ്റമറെ വിളിക്കുകയാണ്, എടാ പൈസ വന്നിട്ടില്ല, പൈസ ഇട്ടിട്ടില്ല കേട്ടോ, പൈസ ഇട്ടില്ല. ഇതിനവസ്ഥ നമ്മൾ ആരും നിർത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കമ്മിറ്റിയിലോ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ സമയം മോശം കൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ പറ്റാത്തത്.
നമ്മൾക്ക് ഈ തെച്ചി നിശാന്ത് നമ്മുടെ കൂട്ടുകാരൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് ഭയങ്കരമായ ഒരു രീതിയിൽ ആക്സിഡന്റ് സംഭവിച്ച് അന്നൊരു രീതിയിൽ നമ്മുടെ ഷിപ്പോട്ടനായിക്കോട്ടെ, നമ്മുടെ സിനോജാട്ട, ഇങ്ങനെ കുറച്ച് പേര് ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് ഞാൻ നെറ്റിപ്പോയി ദൈവസത്യം കൊണ്ട് നെറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ വന്ന പൈസകൾ, ആ വന്ന സമയത്തെ പൈസകൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ടാണ് കയറുന്നത്. ഇത് അവിടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചോ, ഇത് അവിടെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിലല്ല, അവനെ രക്ഷിക്കണം എന്നുള്ള പേരിലാണ്. ഇതേ രീതിയാണ് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞത്. ആ കൊടുക്കാനുള്ള പൈസ നമ്മൾ എന്നാലും കൊടുക്കണം. ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കുക. അവര് വിളിക്കുന്നത് ചിലപ്പോൾ അൺടൈം ലാസ്റ്റ് ടൈമിലേക്ക് ഈ പൈസ ഇടുന്നുള്ള വിശ്വാസത്തിൽ വിളിക്കുമ്പോൾ ഈ പൈസ കിട്ടാണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ ട്രോഫികളൊക്കെ സൈസ് മാറുന്നതും ടൂർണമെന്റ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടാണ്ടാകും, മനസ്സിന് ഒരു സങ്കടം വരുന്നതും എല്ലാം കാര്യങ്ങളുണ്ട്. ഇവർ ഒരുപാട് സ്പോൺസർ പറഞ്ഞ് നമ്മൾ വിചാരിച്ച ഈ ഒരുപാട് പേര് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതിൽ കുറച്ച് പേരെ സ്പോൺസർ ചെയ്തിട്ടുള്ളൂ ഇവർക്ക്. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ആ വ്യക്തി പറയണത് നടത്താനുള്ള താല്പര്യം ഇല്ലെന്ന്. അങ്ങനെയല്ല, നടത്തുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് കയറി വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഒരു പന്തയം വിടാൻ തയ്യാറായ അവര് പറയേണ്ടത് പന്തയം വിടുന്ന ദിവസമെങ്കിലും നമ്മൾ ആ പൈസ കൊടുക്കാൻ തയ്യാറാണോ? ഒരാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇല്ലാത്തവര് എല്ലാവരും കമ്മിയായിട്ട് ഞാൻ പറഞ്ഞത്. ഇത് സംഭവം പറയാനുള്ള ഞാൻ ഹെയറിനോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പറയാനുണ്ട്, വിശിഷ്ട വ്യക്തികൾ നമ്മൾ സ്റ്റേജിൽ ഉണ്ടാവും, അതിന് സങ്കടപ്പെടാൻ എല്ലാ കമ്മിറ്റിയിലേക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും ഒന്നല്ലെങ്കിൽ 6 മാസം മുമ്പ് ഫിക്സഡ് ഇട്ടിട്ടോട്ടെ, പറഞ്ഞോട്ടെ. ആ 6 മാസം വരെ കൊടുക്കാത്തവരെ ചേർത്തണ്ട. നിങ്ങൾ പറഞ്ഞ 150 പേരെ നിങ്ങൾ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഈ 150 പേര് ഇത്ര തന്നാലേ നമ്മൾ ഇന്നതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ എഴുതിയിട്ടോട്ടെ. അവരത് ഇത് ചെയ്യാൻ തയ്യാറാണ്. ഈ 150 പേര് 70 പേരാകുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് കമ്മിയാവും, ട്രോഫികൾ കമ്മിയാവും, എല്ലാം കമ്മിയാവും കേട്ടോ. അതും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ 1500 എന്നുള്ളത് 2000 ആയിക്കോളും, ഇല്ലെങ്കിൽ 1600 1700 ആക്കിക്കോളും. അവര് പറഞ്ഞത് നമ്മൾ ഇത്രയും നടത്തിയിട്ട് നമുക്ക് പേര് ദോഷം വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ അവരെടുത്ത പോലെ കമ്മിറ്റിക്കാരെടുത്ത് ചെലവാക്കിയ പോലെയാണ് പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരെടുത്ത് ചെലവാക്കിയ അന്തസ്സുണ്ട്. കാരണം അവരെ പണിയും തോറും കളഞ്ഞിട്ടാണല്ലോ അവർ മെനക്കെടുന്നത്. ഒരാൾ ശമ്പളം ഇല്ലാണ്ടെങ്കിൽ ചെയ്യില്ല. ഒരു വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തിക്ക് നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നൻപനായിക്കോട്ടെ, നമ്മുടെ ഫാമിലിയുടെ 1, 2, 3 പ്രാവശ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയി ചെയ്ത് 4ാമത്തെ പ്രാവശ്യം അവന് മെനക്കെടാൻ പറ്റില്ല. കാരണം അവൻ്റെതായിട്ട് രീതിയിൽ കൈ നിറങ്ങുന്ന സമയത്ത് അവന് ടൈറ്റ് കാര്യങ്ങൾ വരും. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം പറയണുള്ളൂ, പൈസ കൊടുക്കാനുള്ള കുറെ പേരുണ്ട്. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പന്തയങ്ങളിൽ ഡള്ളായി ഡെസ്പായി 15 ദിവസം 20 ദിവസമായിട്ടാണ് ഓരോരുത്തർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൈസകൾ. എത്രയും വേഗം കൊടുത്തിട്ട് കാര്യങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ ഇവര് എങ്ങനെ 2 കമ്മിറ്റിയായിട്ട് 4 പന്തയ ഗ്രൂപ്പ് ഉണ്ട്, 2 കമ്മിറ്റിയായിട്ട് ചെയ്യാം എന്ന് ചെയ്താൽ നമ്മൾ എത്ര ഒരു പ്രൈസ് നമുക്ക് ഗംഭീരമായി തന്നെ സ്റ്റേജിൽ വാങ്ങാനുള്ള കഴിവും തന്നെയാണ് മാത്രം നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒത്തൊരുമ ചെയ്താൽ മതി. സ്റ്റേജിൽ കാണുന്ന സ്നേഹം പുറത്തും കാണണം, പന്തയത്തിലും കാണണം. എല്ലാ പന്തയ ഗ്രൂപ്പിനോട് പറയാനുള്ളതാണ്. നന്ദി, നമസ്കാരം. തെറ്റെങ്കിൽ ക്ഷമിക്കണം. ഒരു പൊന്നാടുണ്ട് ജിജു ശ്രീ കറുകോടിക്ക്. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി മൂത്താന്തറയിലെ വട ഡോൺകാത്തോസ് തുളസീധരൻ മൂത്താന്തറയെ ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം. മൈക്ക് എടുത്തിട്ട് സംസാരിക്കാൻ പരിചയമില്ല. അതിന് എല്ലാവർക്കും പറമ്പിച്ച എല്ലാവർക്കും ഞാൻ ആശംസകൾ പറഞ്ഞുകൂടെ. എനിക്ക് മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇതുള്ളതാണ്. അപ്പോൾ എല്ലാ പറമ്പിച്ച പ്രാമുഖ സ്നേഹികൾക്കും എൻ്റെ നമസ്കാരം. ഹലോ, അതായത് രജിസ്ട്രി പറഞ്ഞതേ നമ്മൾ അങ്ങനെ അവഗണിച്ച് കളയരുത് കേട്ടോ. എല്ലാവരും എല്ലാ കമ്മിറ്റിക്കും ഇപ്പൊ ഷിബു പറയണ്ടേ ഇതേപോലെ 10 പേര് 12 പേര് തന്നിട്ടില്ല. ഓരോ കമ്മിറ്റിക്കാർക്കും എത്ര രൂപ ബാലൻസ് നമ്മളാണത്. നമുക്ക് പറത്താൻ പറ്റുമെന്നിട്ട് ചേരായിട്ടും പറയണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ ആ മത്സരം ചേർന്നാൽ മതി. അല്ലെങ്കിൽ രജിസ്ട്രി പറഞ്ഞ പോലെ ഒരു ആഴ്ചക്കോ 2 ആഴ്ചക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ എല്ലാ കമ്മിറ്റിക്കാരും ചേർന്ന് ഷിബോ കാര്യമായിട്ടാണ് കേട്ടോ. എല്ലാ കമ്മിറ്റിക്കാരും പാലക്കാട് എത്ര കമ്മിറ്റിക്കാരുണ്ടോ അവർ നമ്മളൊരു ഫണ്ട് ഉണ്ടല്ലോ, ഏതായാലും CPGന്റെ ഒരു ഇതുണ്ട്. അതിനൊക്കെ 500 250 കൊടുക്കുക. ഞാൻ എത്ര തന്നിട്ടുണ്ട് എന്ന് പറയാം. ഇന്നെ കമ്മിറ്റിക്ക് ഞാൻ പൈസ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാല് ഇതൊക്കെ എത്ര മോശം എന്നറിയാം. കാരണം കൊടുത്തവർക്കും കൊടുക്കാത്തവർക്കും എല്ലാവർക്കും കേൾക്കേണ്ട അവസ്ഥയാണ്.
ഞാൻ കൊടുത്തുകൊണ്ട് പറയല്ല, കൊടുക്കാത്ത കണ്ടുകൊണ്ട്. പക്ഷെ അതെന്താ ചെയ്യാം, ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാവരും എല്ലാ മെമ്പർമാരും വളരെ ശ്രദ്ധിക്കണം. ഒരു മത്സരം ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ പറഞ്ഞല്ല ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളാണെന്ന് അറിയുള്ളൂ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് ആരും അറിയില്ലല്ലോ. ഒരു ടൂർണമെന്റ് ഉണ്ടെങ്കിലല്ലേ ഇന്ന ടൂർണമെന്റിൽ പ്രൈസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. നന്ദി. 2023 സീസണിൽ മുഴുവൻ പാലക്കാട്ടെ പ്രാവ് രാജാക്കന്മാരെയും മുൾമുനയിൽ നിർത്തി രാജേഷ് കറുകോടിയുടെ റെക്കോർഡ് കാറ്റിൽ പറത്തിയ റക്കപ്പെട്ട പ്രദേശത്തിന്റെ കാര്യക്കാരൻ ഫൈസൽ ഖാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കാര്യം കൊടുത്ത അദ്ദേഹം. നമസ്കാരമുണ്ട്. പാലക്കാടത്തെ പ്രധാനപ്പെട്ട അതിഥികൾ വന്നിട്ടുണ്ട്. പുറത്തുനിന്നാണ് അവര്. വെർളന്റെ ലെജൻഡന്മാരാണ്. രാജേട്ടൻ, വെട്ടൂര് രാജേട്ടൻ പറയും, തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ്. എല്ലാവരും അവരെ കൈയടിക്കുക. അത് മഹാനാണ്. പ്രാവ് പോയിട്ടെല്ലാം എല്ലാം കൊണ്ടും ആർക്ക് എത്ര പേർക്കും ഈ പ്രാവ് പോയിട്ടേര് എല്ലാവരും ശത്രുക്കളുണ്ടെങ്കിലും കൂടി മിത്രമായിട്ട് ഒരു പ്രാവ് പോയിട്ടാല് മെഡിസൺ പറഞ്ഞു കൊടുക്കുന്ന ഒരു രാജാവാണ്. ആ രാജാവിനെ എല്ലാവരും ഒന്ന് കൈയടിക്കുക. ബഹുമാനിച്ച് ഒരു ആ പക്ഷിനെ നിരന്തരമായിട്ട് ജീവിക്കണം വേണ്ടി മനസ്സുറമുള്ള ഒരു ഉടമയാണ്. അത് നമ്മൾ ബഹുമാനിക്കണം. അതെല്ലാവരും നമ്മളൊരു പ്രാവ് പോറ്റുകാര് മൂപ്പരനൊന്ന് അനുബന്ധിക്കണം, ബഹുമാനിക്കും. തിരിച്ച് ഷെയ്ഖ് സാർ നമ്മളുടെ പ്രായത്തിനെക്കാട്ടി ബഹുമാനത്തോടെയും അനുഭവത്തോടെയും പ്രാവിനെ കുറിച്ചിട്ട് ഓരോ അറിവുകൾ പറയുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. മൂപ്പന്റെ ഒരു അറിവ് നമ്മൾ എല്ലാവരും ക്യാച്ച് ചെയ്യുക. അത് ഇഷ്ടപ്പെടുന്നവർ എടുക്കുക, ഇല്ലാത്തവർ എടുക്കണ്ട. അതെന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ ഓരോ അനുഭവങ്ങളായിരിക്കും, ഓരോ രീതി. സബ്ജപ്രാവ് പറക്കില്ല, വെള്ളപ്രാവ് പറക്കും പറയും. സുർമ്മപ്രാവ് പറക്കില്ല, ഭൂതിപ്രാവ് പറക്കണ കാലഘട്ടത്തിലും സബ്ജി സുർമ്മയും പറപ്പിച്ച ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അത് എല്ലാ തമിഴ്നാട്ടിലും തെളിയിച്ച ആൾക്കാരാണ് ഇവര്. അതിന് നമ്മൾ ബഹുമാനത്തോടെ മര്യാദയോടെ അവര് പ്രസിഡന്റായിട്ട് അവരെ അംഗീകരിക്കണം. അടുത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ടപ്പെട്ട അപ്പനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നവര് പ്രസിഡന്റ് പോയിട്ടില്ല. എല്ലാ രാജ്യത്തിലും നമ്മുടെ ഒരു ഇന്റർനാഷണൽ വളർത്തിന്റെ വേണ്ടപ്പെട്ട ശേഖരാട്ടം പറയുന്ന നമ്മൾ ബ്രദറായിട്ടല്ല കണക്കാക്കി നമ്മുടെ എപ്പോഴും ഫാദറായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. മൂപ്പർക്ക് എല്ലാം അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്ന ഒരു പ്രസിഡന്റാണ്. എല്ലാവരും കൈയടിക്കുക. നമ്മുടെ ഒരു അതിഥിയാണ്. അത് എന്താണ് രാവിലെ ജസ്റ്റ് സ്പോൺസറാണ്. എല്ലാവരും ബഹുമാനിക്കുക. വാർഡ് മെമ്പറാണ്. എല്ലാവർക്കും നമുക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് പുലിപ്പുരാരും കമ്മിറ്റിയില് വെർളന്റ് പാലക്കാട് ഇന്റർനാഷണൽ ജിബു എന്ന് വേണ്ടപ്പെട്ടവൻ പാമ്പൂർത്തക്കാരനായിക്കോട്ടെ എല്ലാവർക്കും ഉടമയായിട്ട് കൂടെ നിൽക്കണ കൈ കൊടുത്താണ്. അത് നമ്മൾ ബഹുമാനി. പിന്നെ നമ്മുടെ ഉദിയാട്ടം പറയണത് പഴയ കാലഘട്ടത്തിൽ പ്രാവിലേറ്റും എന്തിനും ഉൾക്കൊണ്ട് നടന്നതാണ്. ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. ഗ്യാപ്പിട്ടിട്ട് ഇനി അടുത്ത പോലെ നല്ലൊരു ടൈം വരട്ടെ, സെറ്റപ്പ് ആകണം, അടിപൊളി ടൈം വരണം. പിന്നെ തുളസിയാട്ടൻ പണ്ട് മുതൽ ഇന്ന് വരെയായിട്ട് എപ്പോഴും നാം മാറി നിൽക്കും പറയും. അതേപോലെ ഇനി സ്റ്റേജിൽ കയറിയിട്ട് നല്ലൊരു ട്രോഫി വാങ്ങിയിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കണം. അത് നമ്മളൊക്കെ എല്ലാവരായിട്ട് അനുകരിക്കണം. പിന്നെ എല്ലാവരും പ്രൈസിന്റെ പൈസ ആരും കൊടുക്കണില്ല. അത് എന്താണ് പറഞ്ഞാ ഞാനിപ്പോ തീരുമാനിച്ചത്, ഇതിൻ്റെയൊക്കെ പറഞ്ഞിട്ടാണ് കമ്മിറ്റിന്റെ പ്രൈസിന്റെ പൈസ കൊടുക്കാൻ പറ്റിയില്ലയോ നല്ല പറഞ്ഞ പ്രായം കൂട്ടുന്നവർക്ക് കമ്മിറ്റിക്കാരിൽ പറഞ്ഞ ശിവ വീട്ടിൽ വെക്കണേ പന്തയം ചേർന്ന പറപ്പിച്ച പ്രായം വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് വെക്കുക, ലേലം വിളിക്കുക. എന്ത് പന്തയം പറയണത്? പന്തയം പറപ്പിക്കുമ്പോ പന്തയം ചേർന്ന പൈസ കൊടുക്കുക. പൈസ കൊടുക്കാൻ പറ്റിയില്ലേ പന്തയം ചേരാൻ നിൽക്കാതെ. ഒരു കമ്മിറ്റി പറയണത് ഭയങ്കര ഇടങ്ങറാണ്. ചിലവർ പറയും ഞങ്ങളുടെ പൈസ പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പിരിച്ചുവിടാൻ പറ്റില്ല, ഇങ്ങനെയും പറയട്ടെ. അപ്പൊ നിങ്ങൾ എന്താണ് ചേരുന്ന പറഞ്ഞ 1500 റുപ്യ 2 തവണയായി കൊടുക്കും. ഇന്ന് കാലത്ത് നിങ്ങൾക്ക് മൂക്കുപ്പൊടി വലിക്കുന്ന പൈസയേ ഉള്ളൂ ഈ പ്രാവ് പറ്റിയവർക്ക്. അന്ന് കാലത്ത് പറയണത് ഇത് ഭയങ്കര സംഭവമായിരുന്നു. ഇതൊരു പന്തയം പറയും. ഇപ്പൊ ഇന്ന് കാലത്ത് ബിർളന്റാണ്. ഞാൻ ഇപ്പൊ പാലക്കാട് ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ചു 33 ഇബ്രാഹിം.
നമ്മുടെ കൂട്ടുകാരെ. അതേമാതിരി പാലക്കാട് നാഷണലിലും പറപ്പിച്ച് മണികണ്ഠ കള്ളിക്കാട് പേരെടുത്തില്ലേ. അതേമാതിരി നിങ്ങളൊക്കെ പറപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പന്തയങ്ങളിൽ ചേർന്നിട്ട് പൈസ കൊടുത്തിട്ട് പന്തയം ചേരുക. പന്തയം ചേർന്നാൽ പോരാ. അപ്പൊ പന്തയം ചേർന്നിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചേരുക. ഇല്ലെങ്കിലും മുന്നാണ്ട് വീട്ടിലിരിക്കുക. ആരിനെ ബോധ്യപ്പെടുത്താൻ പാടില്ല അല്ലേ? കമ്മിറ്റിക്ക് നഷ്ടം കമ്മിറ്റിക്ക് ഇല്ല. അതൊക്കെ നിങ്ങളൊക്കെ ബഹുമാനത്തോടെ എല്ലാവരും പന്തയം പറപ്പിക്കുക. എല്ലാവരും രാജാക്കന്മാര് വരണം, പ്രാവുപോറ്റുകാര്, നല്ല നല്ല സമയങ്ങൾ വരണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിന് പാലക്കാടാണ് നല്ല സമയം. ഇപ്പോ ശ്രീചിത്രാവരം നാഷണൽ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ്. അതിലടക്കം പ്രൈസ് വാങ്ങാനുള്ള അതിഥികൾ നിങ്ങളായിട്ട് ചേർന്നിട്ട് പന്തയങ്ങളിലും പൈസ കൊടുത്ത് എല്ലാ പന്തയങ്ങളും ചേരുക. എന്തായാലും നല്ല രീതിക്ക് എല്ലാ പന്തയങ്ങളും ചേരുക. ക്ലിയർ ആയിട്ട് നല്ല നല്ല പന്തയങ്ങളില് എല്ലാ പന്തയം ചേർന്നാലേ ഉള്ളൂ നിങ്ങളൊക്കെ എല്ലാവരും അറിയപ്പെടുള്ളൂ. അതോ ചേരാൻ പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്നത് ചേർന്നാൽ മതി. ഞാനും പറപ്പിക്കുന്നുണ്ട്, നീയും പറപ്പിക്കുന്നുണ്ട്, അവരും പറപ്പിക്കുന്നുണ്ട്. അവർക്ക് പറപ്പിക്കാറ്, ഇവർക്ക് പറപ്പിക്കാറ്. പിന്നെ ഒരു കാര്യങ്ങളുണ്ടോ, ഓരോ ഏരിയയിൽ ഇവിടുത്തെക്കാരും ബുദ്ധിമുട്ടുണ്ടാക്കണം. ഇന്നൊരു നമ്മുടെ സുഹൃത്ത് പേര് പറയുന്നുണ്ടോ, സുഹൃത്ത് പറയണേ എന്നെ പന്തയം പറപ്പിക്കാൻ പറ്റിയില്ല, എന്നെ വിട്ടില്ല, ഞാൻ അവന്റെ പന്തയത്തിന് അവരുടെ ഏരിയനെ ഇല്ലാണ്ടാക്കുന്നു. അതിൽ അവനാ മോശക്കാരൻ, ഏരിയക്കാരൻ മോശക്കാരൻ. അവനല്ല മോശക്കാരൻ, അവനന്മാരെ ഒഴിവാക്കുന്നത് നല്ല രീതിയിൽ പണം എന്താണെന്ന് ആകാശത്ത് വിട്ട് കാണിച്ചു കൊടുക്കുക. അതാണ് ബെർലന്റെ പ്രാഗ് പോയിട്ട് ഗത്ത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. താങ്ക് യു മിസ്റ്റർ ഫൈസൽ സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി മുരളി ചക്കാന്തറയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നമ്മുടെ ഫ്ലെക്സ് സ്പോൺസർ ചെയ്തതാണ്. മുരളി ചക്കാന്തറ അതേ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് കൂടിയാണ്. കൊടുക്കാം നല്ലൊരു കൈയടി. കുറേ പേര് മുരളി ചക്കാന്തറ എന്ന് പറഞ്ഞ അങ്ങനെ പേര് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഇതിൽ വന്നിട്ട് എല്ലാവരും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പ്രാവ് എല്ലാവരും ഒരേ സഭയിൽ വെച്ച് കാണുക. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. എന്തായാലും പ്രൈസ് ജയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക്സ് സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു മച്ച്. നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ശബ്ദം നമ്മൾക്ക് നിങ്ങളെ ഓരോ പ്രാവശ്യങ്ങൾക്കും എത്തിച്ച നമ്മുടെ അഭിലാഷാണ്, നമ്മുടെ ടൂർണമെന്റ് ആങ്കർ കൂടെയാണ്. മൂപ്പര് ഈ കമ്മിറ്റി ആദരിക്കുകയാണ്.